ഹലോ ഫ്രണ്ട്സ്, BNSൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ജനറൽ എക്സെപ്ഷൻസ് ആയിരുന്നു. അപ്പോൾ ജനറൽ എക്സെപ്ഷൻ്റെ ലാസ്റ്റ് എക്സെപ്ഷൻ ആയിട്ടുള്ള പ്രൈവറ്റ് ഡിഫൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളുടെയും പ്രൈമറി ഡ്യൂട്ടി എന്താണ്? അവരുടെ സിറ്റിസൺസിൻ്റെ അല്ലെങ്കിൽ അവരുടെ സബ്ജക്ട്സിൻ്റെ ലൈഫും പ്രോപ്പർട്ടിയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ സാഹചര്യത്തിലും ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫും പ്രോപ്പർട്ടിയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പം ആ ഒരു സ്റ്റേറ്റിൻ്റെ ഫോഴ്സിന് കഴിയത്തില്ല, അല്ലേ? ആ ഒരു സ്പോട്ടിൽ ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ക്രൈം നടക്കുന്നു, ആ സ്പോട്ടിൽ അവിടെ പോലീസ് ഉണ്ടാകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഫൻസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിനെ തടയാൻ വേണ്ടി എനഫായിട്ടുള്ള ഫോഴ്സ് വേണം എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ലോ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഡിഫൻസാണ് പ്രൈവറ്റ് ഡിഫൻസ്. ഓക്കെ, ലോ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു റൈറ്റാണ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത്. ഈ പ്രൈവറ്റ് ഡിഫൻസ് പ്രകാരം ഒരു ഇൻഡിവിജ്വലിന് ആ ഇൻഡിവിജ്വലിൻ്റെ ലൈഫും പ്രോപ്പർട്ടിയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരമാണ് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ലൈഫും പ്രോപ്പർട്ടിയും സംരക്ഷിക്കാൻ കൂടിയുള്ളൊരു റൈറ്റും കൂടെ കിട്ടുന്നു. ഓക്കെ, ഇപ്പം നമ്മളെ ഒരാൾ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? തടയാൻ വേണ്ടി പറ്റും. ആ തടയുന്നതിൻ്റെ കൂട്ടത്തിൽ അയാൾക്ക് ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രൈവറ്റ് ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. സെക്ഷൻ 34 to 44 ഓഫ് BNSൻ്റെ അകത്താണ് ഈ പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് ഡിഫൻസിൻ്റെ എക്സ്റ്റൻ്റൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഈ പ്രൈവറ്റ് ഡിഫൻസുകളുടെ ഈ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസുകൾക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. ആൻ ആക്ട് ഡൺ ഇൻ എക്സർസൈസ് ഓഫ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. ഒരു പ്രൈവറ്റ് ഡിഫൻസിന് വേണ്ടി നമ്മൾ ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തല്ല? ഒരു ഒഫൻസ് അല്ല. ഓക്കെ, ഫസ്റ്റ് വൺ അതാണ്. ആൻ ആക്ട് ഡൺ ഇൻ എക്സർസൈസ് ഓഫ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. ഇനി രണ്ടെന്ന് പറയുന്നത്, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഈസ് അവൈലബിൾ ഒൺലി എഗനിസ്റ്റ് ആൻ ആക്ട് വിച്ച് ഈസ് ആൻ ഒഫൻസ് അണ്ടർ സംഹിത. സംഹിതയിലെ ഒഫൻസാണ് എന്ന് പറയുന്ന ഒരു ആക്ടിന് എഗനിസ്റ്റായിട്ടാണ് നമുക്ക് ഈ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, BA അടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ അടിക്കുക എന്നുള്ളത് ഈ സംഹിത പ്രകാരം ഒരു കുറ്റമല്ല എന്ന് വെക്കുക. ഓക്കെ, ഒരു ആക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രൈവറ്റ് ഡിഫൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, അതേസമയം BA അടിക്കുന്നു, അത് ഈ സംഹിത പ്രകാരം ഒരു ഒഫൻസാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ Bക്ക് എന്ത് കിട്ടുന്നതാണ്? പ്രൈവറ്റ് ഡിഫൻസ് കിട്ടുന്നതാണ്. ഇനി റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് ഒരു ഡിഫെൻസീവ് റൈറ്റാണ്. ഓക്കെ, നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ വരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പ്രോപ്പർട്ടി ആരെങ്കിലും അതിക്രമിച്ച് കയറുന്നു, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതൊരു ഡിഫെൻസിന് വേണ്ടി, അവരെ എതിർക്കാൻ വേണ്ടി, തടയാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന റൈറ്റാണ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മളുടെ പ്രതികാരം തീർക്കാനോ അല്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യാനോ അങ്ങനെ ഒരു നിലയിലായിരിക്കരുത് പ്രൈവറ്റ് ഡിഫൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. മഞ്ജീത് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് HP എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് പറയുന്നുണ്ട്, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സർസൈസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഒരു അൺലോഫുൾ ആക്ഷനെ തടയുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ അവിടെ ഒരു റിറ്റാലിയേറ്റ് നടത്താൻ വേണ്ടി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ആർക്കാണ്? ടു എ പേഴ്സൺ ഫോർ ഡിഫെൻഡിങ് ഹിസ് ഓൺ ബോഡി ആൻഡ് ദ ബോഡി ഓഫ് അതർ പേഴ്സൺസ്. സ്വന്തം ബോഡിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം ബോഡിക്ക് എഗനിസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു ഒഫൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും, അതുപോലെ മറ്റുള്ള പേഴ്സൺസിൻ്റെ ബോഡി ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കേസ് പറയുന്നുണ്ട്, ദവാൻ ടോൾ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് എയുടെ ഫ്രണ്ടായിട്ടുള്ള Bയും കൂടെ ഒരു ട്രസ്പാസർക്ക് എയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ഒരു ഇല്ലിസിറ്റ്, ഈ എയുടെ വൈഫുമായിട്ട് ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സിന് വേണ്ടി വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ വ്യക്തിയെ എയും Bയും കൂടെ എന്ത് ചെയ്യുന്നു? ഗ്രീവിയസ് ഹേർട്ട് അയാൾക്ക് കോസ് ചെയ്യുന്നു. കോടതി ഇവിടെ പറഞ്ഞത് ഇവർ രണ്ടുപേരും എന്തല്ല?
ഇവർ രണ്ടുപേരും ഒരു ഒഫൻസും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം അവരുടെ വീട്ടിലേക്ക് ട്രസ്പാസ് ചെയ്ത ഒരു വ്യക്തിയെ, എയുടെ വീട്ടിലേക്ക് ട്രസ്പാസ് ചെയ്തൊരു വ്യക്തിയെയാണ് എയും ബിയും കൂടെ ചേർന്ന് ഗ്രീവിയസ് ഹേർട്ട് കോസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കേസാണ് പറയുന്നത് നുർമിയ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് അക്യൂസ്ഡിനെ എന്തോ ചെയ്തു, കുറേ പേര് വെപ്പൺസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അറ്റാക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ അക്യൂസ്ഡ് എന്തോ ചെയ്തു, ഈ പറഞ്ഞ അറ്റാക്ക് ചെയ്യാൻ വന്ന അവരുടെ കയ്യിൽ നിന്നും ഒരു വെപ്പൺ വാങ്ങിച്ചിട്ട് അവരെ തിരിച്ച് അടിച്ചു. ആ അടിക്കുന്ന കൂട്ടത്തിൽ അവിടെ ഒരാൾക്ക് ഇഞ്ചുറി പറ്റുകയും അയാൾ മരിക്കുകയും ചെയ്തു. കോർട്ട് ഇവിടെ പറഞ്ഞത് ഈ അക്യൂസ്ഡിൻ്റെ ആക്ട് എന്ന് പറയുന്നത് സെൽഫ് ഡിഫെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസീസ്ഡ് വാസ് അൺആംഡ് അറ്റ് ദാറ്റ് ടൈം. നടക്കുന്ന സമയത്ത് ഡിസീസ്ഡ് എന്ന് പറയുന്നത് അൺആംഡ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഒരാളെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു റീസണബിളായിട്ടുള്ള ഫോഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ഒരാൾ ഒരു വടിയും കൊണ്ട് നമ്മളെ അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു കത്തി എടുത്ത് അയാളെ കുത്തുക എന്നുണ്ടെങ്കിൽ അവിടെ സെൽഫ് ഡിഫെൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതല്ല. ഓക്കെ, ഇവിടെ സെക്ഷൻ 35 എന്താണ് പറയുന്നത്, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് എന്ന് പറയുന്നത് ഒരാളുടെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ മറ്റാരുടെയെങ്കിലും പ്രോപ്പർട്ടി, മറ്റൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വന്തം പ്രോപ്പർട്ടി ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടി, മറ്റൊരാൾ അതിക്രമിച്ച് കയറുകയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ആ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. പിന്നെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് അവൈലബിൾ ആയിട്ടുള്ളത് എഗെയിൻസ്റ്റ് ഓൾ ഒഫൻഡേഴ്സ് ഇൻക്ലൂഡിങ് ആൻ അൺസൗണ്ട് പേഴ്സൺ, മൈനർ ഓർ ആൻ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ. എല്ലാ ഒഫൻഡേഴ്സിനും, ആ ഒഫൻഡറിന് അൺസൗണ്ട് പേഴ്സൺ ആയിക്കോട്ടെ, മൈനർ പേഴ്സൺ ആയിക്കോട്ടെ, ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ ആയിക്കോട്ടെ, ആർക്ക് എഗനിസ്റ്റും റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഇസഡ് എന്ന് പറയുന്നത് അയാൾക്ക് ചെറിയൊരു മാഡ്നെസ് ഉണ്ടായിരുന്നു. അയാൾ എയെ കില്ല് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു. ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് നോട്ട് ഗിൽറ്റി ഓഫ് ഹിസ് ഒഫൻസ് ബൈ വിർച്യൂ ഓഫ് സെക്ഷൻ 22 ഓഫ് ദ സംഹിത. 22 ഓഫ് ദ സംഹിത പ്രകാരം ഇസഡ് എന്ന് പറയുന്നത് ലയബിൾ അല്ല. എയ്ക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ എക്സർസൈസ് ഹിസ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് എഗനിസ്റ്റ് ഇസഡിന് എഗനിസ്റ്റായിട്ട് പ്രൈവറ്റ് ഡിഫെൻസ് എക്സർസൈസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇപ്പം ഈ പ്രൈവറ്റ് ഡിഫെൻസ് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ലൈഫാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു ഒഫൻസും കമ്മിറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെർവൻറ്റ് അയാളുടെ ഓഫീസിൻ്റെ അയാളുടെ ഓഫീസിൻ്റെ ഒരു ഇതനുസരിച്ച്, ഫങ്ഷൻ അനുസരിച്ച് അയാൾ ഗുഡ് ഫെയ്ത്തോടു കൂടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ പബ്ലിക് സെർവൻറ്റിന് എഗനിസ്റ്റായിട്ട് പ്രൈവറ്റ് ഡിഫെൻസ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതല്ല. റൈറ്റ് ക്യാൻ ബി എക്സർസൈസ്ഡ് എഗനിസ്റ്റ് ദം വെൻ ദെയർ ഈസ് അപ്രഹെൻഷൻ ദാറ്റ് ദെയർ ആക്ട് വുഡ് റിസൾട്ട് ഇൻ ഡെത്ത് ഓർ ഗ്രീവിയസ് ഹേർട്ട്. ഈ പറയുന്ന പബ്ലിക് സെർവൻസിൻ്റെ ആക്ട് ഡെത്തിലേക്കോ ഗ്രീവിയസ് ഹേർട്ടിലേക്കോ പോവുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ, അങ്ങനൊരു അപ്രഹെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഈ പറഞ്ഞ പ്രൈവറ്റ് ഡിഫെൻസ് എന്ന് പറയുന്ന ആ ഒരു റൈറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. അതല്ല, ഒരു പബ്ലിക് സെർവൻറ്റ് അയാളുടെ ഓഫീസിൻ്റെ അധികാര പരിധി വെച്ചിട്ട് ഒരു കാര്യം എക്സർസൈസ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അയാളൊരു ആക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എഗനിസ്റ്റായിട്ട് നമുക്ക് പ്രൈവറ്റ് ഡിഫെൻസ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഇവിടെ ഒരു കേസ് പറയുന്നത് ഗോബൽ വേഴ്സസ് ആർ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ഇവിടെ ഒരു SI എന്തോ ചെയ്തു, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒരാളുടെ വീട് സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇനി CRPC പ്രൊവിഷൻ പ്രകാരം അയാൾക്ക് അങ്ങനെ ഒരു റൈറ്റ് ഇല്ല. ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പോയപ്പോൾ ഇവിടെ അക്യൂസ്ഡ് എന്തോ ചെയ്തു, ഈ പോലീസ് ഓഫീസറിനെ പ്രിവെൻറ്റ് ചെയ്തു. ഓക്കെ, സെർച്ച് ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്തു, അയാളെ തള്ളി മാറ്റി. ഇവിടെ കോർട്ട് പറഞ്ഞത് അക്യൂസ്ഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒഫൻസും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ സബ് ഇൻസ്പെക്ടർക്ക് അയാൾ ഫെയ്ത്തോടു കൂടിയല്ല ഇവിടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. 8ാമത്തെ പോയിന്റിൽ എന്താണ് പറയുന്നത്, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കവിടെ എനഫ് ടൈമുണ്ട്, ഒരു പോലീസ് ഓഫീസറിനെ വിളിക്കാനുള്ള ടൈമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു പബ്ലിക് സെർവൻറ്റിനെ അറിയിക്കാനുള്ളൊരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ടൈം യൂട്ടിലൈസ് ചെയ്യാതെ നമ്മൾ പ്രൈവറ്റ് ഡിഫെൻസ് ഉപയോഗിച്ചിട്ട് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് ഡിഫെൻസ് എന്ന് പറയുന്ന ഈ ഒരു ഡിഫെൻസ് നമുക്ക് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇപ്പോൾ ഒരു ട്രെസ്പാസ് നടത്തുമെന്ന് നമ്മൾ അറിഞ്ഞു. ഓക്കെ, അറിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂറായി. ഇത് അറിഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരിക്കുകയാണ്, അവനിങ്ങ് വരട്ടെ നമുക്ക് പ്രൈവറ്റ് ഡിഫെൻസ് ഉപയോഗിക്കാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവിടെ ആരെങ്കിലും വന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് ട്രെസ്പാസ് നടത്തി, എന്നിട്ട് നമ്മളവിടെ പ്രൈവറ്റ് ഡിഫെൻസ് ഉപയോഗിച്ചു. ആ ആൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് പ്രൈവറ്റ് ഡിഫെൻസ്
എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ നമുക്കവിടെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയത്തില്ല. അതുപോലെ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫെൻസ് എന്ന് പറയുന്നത് അയാൾക്ക് എങ്ങനെയാണോ ഹാം ഇൻഫ്ലിക്റ്റ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിലായിരിക്കണം, അതേ എക്സ്റ്റെൻറ്റിലായിരിക്കണം തിരിച്ചു കൊടുക്കുന്നത്. അതാണ് ഞാൻ മുകളിൽ പറഞ്ഞൊരു എക്സാമ്പിൾ. ഒരു വടി കൊണ്ട് അടിച്ചു കഴിയുമ്പം തിരിച്ച് വലിയ രീതിയിൽ ഇഞ്ചുറി കൊടുക്കുക എന്നുള്ളത് പ്രൈവറ്റ് ഡിഫെൻസിൻ്റെ അകത്ത് വരുന്നതല്ല. ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്, നാഹു കഹാർ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ഇൻഫ്ലിക്റ്റഡ് മൈനർ ഇഞ്ചുറീസ് ടു എന്തോ ചെയ്തു, എന്നിന് മൈനർ ഇഞ്ചുറീസ് ഇൻഫ്ലിക്റ്റ് ചെയ്തു. എന്തോ ചെയ്തു, തിരിച്ച് അറ്റാക്ക് ചെയ്തു. ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് ഫോളൺ ഡൗൺ. ഈ പറഞ്ഞ വ്യക്തി തറയെ വീണിട്ടും അയാളെ എന്തോ ചെയ്യുകയാണ്, അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കോൺസിക്വൻസസിൽ എന്തോ ചെയ്തു, മരിച്ചുപോയി. ഇവിടെ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഡിഫെൻസ് എക്സീഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ഹാം ഇൻഫ്ലിക്റ്റ് ചെയ്തത് എന്താണ്, കൂടിപ്പോയി. ഇങ്ങോട്ട് കൊടുത്ത ഹാമിനേക്കാളിലും വലിയ ഹാമാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് ഇവിടെ കൾപ്പബിൾ ഹോമിസൈഡിന് ലയബിളാകുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മളെ എത്ര ഹാമാണോ നമുക്ക് കോസ് ചെയ്യുന്നത് അതുപോലെ ഉള്ള ഒരു ഹാമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പൊടിക്കാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വലിയ രീതിയിൽ ചെറിയൊരു ഹാം ഇങ്ങോട്ട് ഇൻഫ്ലിക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ നമുക്ക് തിരിച്ച് ഹാം ചെയ്യാൻ വേണ്ടി കഴിയില്ല. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ് തുടങ്ങുന്നത്? ആസ് സൂൺ ആസ് റീസണബിൾ അപ്രഹെൻഷൻ ഓഫ് ഡേഞ്ചർ ടു ദ ബോഡി അറൈസസ്. ഒരു ബോഡിയിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എഗനിസ്റ്റായിട്ട് ഒരു ഡേഞ്ചർ വരുമ്പോൾ, അല്ലെങ്കിൽ ഫിയർ ഓഫ് ഡേഞ്ചർ വരുമ്പോൾ തൊട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് നമ്മൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇറ്റ് കണ്ടിന്യൂസ് ആസ് ലോങ് ആസ് ദ അപ്രഹെൻഷൻ ഓഫ് ഡേഞ്ചർ ടു ദ ബോഡി കണ്ടിന്യൂസ്. എത്ര നേരമാണോ ഈ പറഞ്ഞിട്ടുള്ള അപ്രഹെൻഷൻ കണ്ടിന്യൂ ആവുന്നത് അത്രയും സമയം നമുക്ക് എന്ത് കിട്ടുന്നതാണ്, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് കിട്ടുന്നതാണ്. അടുത്ത പോയിന്റിൽ പറയുന്നത് എന്താണ്, ഒരു ഒഫൻഡറിൻ്റെയോ അസൈലൻറ്റിൻ്റെയോ ഡെത്ത് നമുക്ക് പ്രൈവറ്റ് ഡിഫെൻസ് എന്നൊരു പേരിൽ കോസ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ്? അസൈലൻ്റ് അല്ലെങ്കിൽ ഒഫൻഡർ ഒരു റീസണബിൾ അപ്രഹെൻഷൻ ഓഫ് ഡെത്ത് നടത്തുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ റീസണബിൾ അപ്രഹെൻഷൻ ഓഫ് ഗ്രീവിയസ് ഹെർട്ട് നടത്തുന്നു. ഓക്കെ, ഒരാളെ ഗ്രീവിയസ് ഹെർട്ട് ഏൽപ്പിക്കും എന്നുള്ള അപ്രഹെൻഷൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഡെത്ത് കോസ് ചെയ്യും എന്നുള്ളൊരു അപ്രഹെൻഷൻ, അതുപോലെ തന്നെ ഒരു റേപ്പ് കമ്മിറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ കാണിക്കുകയാണ്, അതുപോലെ തന്നെ അൺനാച്ചുറൽ ലെസ്റ്റ് ഗ്രാറ്റിഫൈ ചെയ്യാനുള്ള ഇൻറ്റൻഷൻ, ഒരു വ്യക്തിയെ കിഡ്നാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അബ്ഡക്ഷൻ നടത്തുന്നു, അതുപോലെ തന്നെ ഒരു വ്യക്തിയെ എന്ത് ചെയ്തിരിക്കുകയാണ്, കൺഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, തടങ്കലിൽ വെച്ചിരിക്കുകയാണ് റോങ്ഫുള്ളി. അപ്പോൾ ആ വ്യക്തിക്ക് ഒരു തരത്തിലുമുള്ളൊരു പബ്ലിക് അതോറിറ്റിയെ ബന്ധപ്പെട്ടിട്ട് അയാളെ റിലീസ് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുമല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അസോൾട്ടിൻ്റെ അല്ലെങ്കിൽ അസൈലൻറ്റിൻ്റെ ഡെത്ത് കോസ് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താലും അത് പ്രൈവറ്റ് ഡിഫെൻസ് ആയിട്ട് കണക്കാക്കത്തുള്ളൂ. ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്, അംജാദ് ഖാൻ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ഒരു കമ്മ്യൂണൽ റൈറ്റ് നടക്കുകയായിരുന്നു. ഒരു സിന്ധി റെഫ്യൂജീസും ലോക്കൽ മുസ്ലിംസും തമ്മിൽ ഒരു ടൗണിലായിരുന്നു ഇത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ എന്തോ ചെയ്തു, അപ്പേലൻ്റ് അവർക്കൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പേലൻ്റെ ബ്രദർ എന്തോ ചെയ്തു, അതിൽ കയറി ആ ഒരു ഷട്ടർ ക്ലോസ് ചെയ്തു. അപ്പോഴത്തേക്ക് ഇവർ ഷോപ്പിൽ വന്നിട്ട് ഈ മോബ് നടത്തുന്ന ഒരു ഡോറെ ലാത്തി വെച്ച് അടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അപ്പേലറ്റ് എന്തോ ചെയ്തു, ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്തു. അത് ഈ മോബിലുണ്ട് ഒരു മെമ്പറിൻ്റെ മരണത്തിന് കാരണമായി. കോടതി ഇവിടെ പറഞ്ഞത് ഇതൊരു പ്രൈവറ്റ് ഡിഫെൻസ് ആണ് എന്നാണ്. അടുത്ത പോയിന്റിൽ പറയുന്നത് എന്താണ്, മുകളിൽ പറഞ്ഞിട്ടുള്ള 6 സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ആ മുകളിൽ പറഞ്ഞിട്ടുള്ള 6 സർക്കംസ്റ്റാൻസസിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, ഡെത്ത് കോസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അസൈലൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒഫൻഡറിൻ്റെ ഡെത്ത് കോസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അയാളുടെ പ്രൈവറ്റ് ഡിഫെൻസ് എന്നുള്ളൊരു നിലയിൽ നമുക്ക് അയാൾക്ക് എഗനിസ്റ്റായിട്ട് ഒരു ഹാം കോസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. പക്ഷേ ഡെത്ത് എന്ന് പറയുന്നത് കോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മുകളിൽ പറഞ്ഞ 6 സാഹചര്യമാണെങ്കിലേ പറ്റത്തുള്ളൂ. അതുപോലെ നമുക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് നമ്മളുടെ ഡെത്ത് കോസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഒഫൻഡർ നമ്മൾക്ക് എഗനിസ്റ്റായിട്ട് ഒരു അപ്രഹെൻഷൻ ഓഫ് ഡെത്താണ് നമുക്ക് കോസ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മളെ കൊല്ലുമെന്നുള്ളൊരു ഇതുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ഡിഫെൻസ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. സപ്പോസ് നമ്മൾ ആ പ്രൈവറ്റ് ഡിഫെൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഇന്നസെൻറ്റ് പേഴ്സൻ്റെ ഡെത്തിന് കാരണമാവുകയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ പ്രൈവറ്റ് ഡിഫെൻസ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്.
അതിനിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എയെ എന്തോ ചെയ്തു, എയെ കൊല്ലാൻ വേണ്ടി ഒരു മോബ് ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ എയെ ഇവരെ തടുക്കണം, അല്ലെങ്കിൽ എയെ പ്രൈവറ്റ് ഡിഫൻസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ മോബിലുണ്ടായിരുന്ന ഒരു ഇന്നസെൻറ്റ് ചിൽഡ്രൻ്റെയും കൂടെ ഡെത്ത് അവിടെ കോസ് ചെയ്യാൻ കാരണമാകും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫയർ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ഡിഫൻസ് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള ചൈൽഡിൻ്റെ, ഇന്നസെൻറ്റ് ചൈൽഡിൻ്റെയും കൂടെ ഡെത്ത് കോസ് ആകും. ഓക്കെ, സപ്പോസ് ഇവിടെ പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള നിലയിൽ ഇവിടെ എ എന്തോ ചെയ്തു, ഫയർ ചെയ്തു, അങ്ങനെ ആ ചൈൽഡ് മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇയാൾക്ക് പ്രൈവറ്റ് ഡിഫൻസ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അയാൾ അവിടെ ഒഫൻസ് കമ്മിറ്റ് ചെയ്തതായിട്ടായിരിക്കത്തില്ല കണക്കാക്കുന്നത്. അടുത്തത് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി ആണ്. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന ഒഫൻസുകൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഏതൊക്കെയാണ് ഒഫൻസ്? തെഫ്റ്റ്, റോബറി, മിസ്ചീഫ്, പിന്നെ ഏതാണ്, ക്രിമിനൽ ട്രസ്പാസ്. ഇനി ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? നമ്മളുടെ പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള റീസണബിൾ അപ്രഹെൻഷൻ ഓഫ് ഡേഞ്ചർ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ പ്രോപ്പർട്ടിയിൽ ആരെങ്കിലും ട്രസ്പാസ് എന്തും ആകാം, അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി എഗനിസ്റ്റ് ദ തെഫ്റ്റ് കമ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു എന്താണ് പ്രോപ്പർട്ടിക്ക് എഗനിസ്റ്റ് ആയിട്ട് നമ്മളുടെ പ്രൈവറ്റ് ഡിഫൻസ് എപ്പോഴൊക്കെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, എത്ര നാൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഒന്നെങ്കിൽ റിക്കവർ ചെയ്യുന്നത് വരെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ അസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് വരെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒഫൻഡർ ഈ പ്രോപ്പർട്ടിയെ റീട്രീറ്റ് ചെയ്യുന്നത് വരെ, ഇത്രയും നാൾ നമ്മളുടെ ഈ പ്രൈവറ്റ് ഡിഫൻസിനുള്ള പ്രോപ്പർട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ഡിഫൻസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തിൻ്റെ കാര്യമാണ്? തെഫ്റ്റ് ആണ്. തെഫ്റ്റ് വഴിയാണ് ഒരു പ്രോപ്പർട്ടി ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൈവറ്റ് ഡിഫൻസ് ആണിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത റോബറി ആണെങ്കിലോ, റോബറി ആണെങ്കിൽ അവിടെ പ്രൈവറ്റ് ഡിഫൻസ് കണ്ടിന്യൂ ചെയ്യുന്നത് ആ ഒഫൻഡർ പിന്നെ എന്താണ് ഒരു ആസ് ലോങ് ആസ് ദ ഒഫൻഡർ കോസസ് ഓർ അറ്റംപ്റ്റ് ടു കോസ് ടു എനി പേഴ്സൺ ഡെത്ത്, ഒരു വ്യക്തിയുടെ ഡെത്തോ ഹേർട്ടോ അല്ലെങ്കിൽ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റോ ഫിയർ ഓഫ് ഇൻസ്റ്റൻറ്റ് ഡെത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഹേർട്ട്, ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ റെസ്ട്രെയിൻറ്റ്, ഇതൊക്കെ എത്ര നാൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അത്രയും നാൾ പ്രൈവറ്റ് ഡിഫൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ക്രിമിനൽ ട്രസ്പാസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഒഫൻഡർ എത്ര നാൾ ഈ ക്രിമിനൽ ട്രസ്പാസിൻ്റെ കമ്മീഷൻ തുടർന്നുകൊണ്ട് പോകുന്നു അത്രയും നാൾ നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് കിട്ടുന്നതാണ്. അതുപോലെ മിസ്ചീഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ എത്ര നാൾ മിസ്ചീഫ് നീണ്ടു നിൽക്കുന്നു അത്രയും കാലം നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് കിട്ടും. അല്ലെ ഹൗസ് ട്രസ്പാസിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ് ആണ്, നൈറ്റിൽ ഹൗസ് ബ്രേക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അവർ ആ ഹൗസ് ബ്രേക്കിംഗ് തുടങ്ങി ആ പിന്നെ ഹൗസ് ബ്രേക്കിംഗ് എത്ര നേരം നിലനിൽക്കുന്നു അത്രയും നേരം നമുക്ക് എന്ത് കിട്ടുന്നതാണ്? പ്രൈവറ്റ് ഡിഫൻസിന് കിട്ടുന്നതാണ്. എ എന്ന് പറയുന്ന വ്യക്തിയുടെ സൈക്കിൾ എന്തോ ചെയ്തു, നഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് ബിയുടെ അടുത്ത് നിന്നും കണ്ടെത്തുകയാണ്. അപ്പോൾ ബിക്ക് ഒരു അടിയും കൊടുത്തിട്ട് ഇയാൾ എന്തോ ചെയ്തു, ഇയാളുടെ ബൈസൈക്കിൾ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എക്ക് ലോഫുള്ളായിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയുമോ, പ്രൈവറ്റ് ഡിഫൻസ് കിട്ടുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കിട്ടും. കാരണം എന്താണ്? ആ പ്രോപ്പർട്ടി റിക്കവർ ചെയ്യുന്നത് വരെ നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് കിട്ടും എന്നാണ് തെഫ്റ്റിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഇനി ഈ പറയുന്ന സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒഫൻഡറുടെ ഡെത്ത് വരെയും കോസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടിയുടെ പേരിലാണ്. പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി ആണ് എന്നുണ്ടെങ്കിൽ ആ റൈറ്റ് നമുക്ക് എപ്പോൾ വരെ കിട്ടും? ആ ഒഫൻഡറുടെ ഡെത്ത് കോസ് ചെയ്താലും കുഴപ്പമില്ല. അത് ഏതൊക്കെയാണ് ആ സാഹചര്യങ്ങൾ? ഇഫ് ഹീ കമ്മിറ്റ് ഓർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറി, ഒരു വ്യക്തി റോബറി കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ് നടത്തുന്നു രാത്രിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ മിസ്ചീഫായിട്ട് ഫയർ ഒരു ബിൽഡിങ്ങിലേക്ക് ഇടുന്നു, അല്ലെങ്കിൽ ഒരു ടെൻറ്റിലേക്കോ വെസലിലേക്കൊക്കെ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മിസ്ചീഫ് ഓർ ഹൗസ് ട്രസ്പാസ് അണ്ടർ സച്ച് സർക്കംസ്റ്റൻസ് ആസ് മേ ബി റീസണബിളി കോസ് അപ്രഹെൻഷൻ ദാറ്റ് ഡെത്ത് ഓർ ഗ്രീവിയസ് കോർട്ട് വിൽ ബി കോൺസിക്വൻസസ് ഇഫ് സച്ച് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഈസ് നോട്ട് എക്സർസൈസ്ഡ്. ഒരു റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സർസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ റീസണബിൾ എന്താണ്, അവിടെ ഒരു ഡെത്തിൻ്റെ അപ്രഹെൻഷൻ അല്ലെങ്കിൽ ഗ്രീവിയസ് ഹെർട്ടായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒഫൻഡറുടെ ഡെത്ത് കോസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. മനസ്സിലായോ? പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി നമുക്ക് എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെ ഒഫൻഡറുടെ ഡെത്ത് വരെ കോസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എന്നുണ്ടെങ്കിലാണ് അവിടെ ഒഫൻഡർ ഒരു റോബറി കമ്മിറ്റ് ചെയ്യുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ് നടത്തുകയാണ്,
അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിലേക്കോ വെസലിലേക്കൊക്കെ ഹ്യൂമൻ ഡ്വെല്ലിംഗ് ഉള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഫയർ ചെയ്യുകയാണ്, തീയിടുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിസ്ചീഫോ ഹൗസ് ട്രസ്പാസോ നടത്തുമ്പോൾ അവിടെ ഡെത്തോ ഗ്രീവിയസ് ഹർട്ടോ കോസ് ചെയ്യും. സപ്പോസ് ആ പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ളൊരു നിലയിൽ പ്രൈവറ്റ് ഡിഫൻസ് നമ്മൾ എക്സർസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡെത്ത് കോസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇവിടെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. എക്സ് എന്ന് പറയുന്നത് ഒരു തീഫാണ്. അവിടെ തെഫ്റ്റ് കമ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വൈ അതറിയുകയും അങ്ങനെ വൈ എന്തോ ചെയ്തു, ഉണരുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഈ എക്സ് അവിടുന്ന് ഓടി. വൈ ആണ് എക്സിൻ്റെ പുറകെ ചെന്ന് ചേസ് ചെയ്ത് പിടിച്ച് അയാളെ കൊന്നു ഹൈവേയിൽ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ വൈക്ക് ഈ പ്രൈവറ്റ് ഡിഫൻസ് കിട്ടുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി റിക്കവർ ചെയ്യുന്നത് വരെയാണല്ലോ നമുക്ക് തെഫ്റ്റിലാണെങ്കിൽ റൈറ്റ് കിട്ടുന്നത്. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള എക്സ് ഒരു കാര്യവും അവിടുന്ന് മോഷ്ടിച്ചിട്ടില്ല. കാരണം അതിനു മുന്നേ വൈ ഇത് അറിഞ്ഞു. അങ്ങനെ എക്സ് അവിടുന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ ഇയാളെ ചേസ് ചെയ്തു പോയി കൊന്നത് എന്തോ ചെയ്തു, എക്സീഡ് ചെയ്തു. പ്രൈവറ്റ് ഡിഫൻസിന് മുകളിലാണ്, അതീതമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈ എന്താണ്, വൈക്ക് ഇവിടെ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ആ ഒരു റൈറ്റ് കിട്ടത്തില്ല. അതുപോലെ അടുത്തത് പറയുന്ന സെക്ഷൻ 41 പറയുന്ന കാറ്റഗറീസിനൊഴികെ ബാക്കി എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ ഹേർട്ട് കോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാം കോസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. പക്ഷേ എന്തായിരിക്കരുത് ആ ഹാം, ഡെത്ത് ആയിരിക്കരുത്. ഡെത്ത് കോസ് ചെയ്യുന്നത് സെക്ഷൻ 41 പറയുന്ന കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈവറ്റ് ഡിഫൻസിൽ വരുന്നത്. ഉറപ്പായിട്ടും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് പോവുക.